മക്കളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മാക്സിമ മിനിമ തിയറം ഫോർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ കോമ്പാക്ട് സെറ്റ്സ് ആണ്. അത് ഡൊമൈൻ കോമ്പാക്റ്റ് ആകുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന് മാക്സിമവും മിനിമം ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതേ കോമ്പാക്ട് സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ബൈജക്റ്റീവ് കണ്ടിന്യൂസ് ഫംഗ്ഷന് ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഡൊമൈൻ കോമ്പാക്റ്റ് and the function is bijective continuous, then the inverse is also continuous. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സ് കോമ്പാക്റ്റ് ആണ്, ഫംഗ്ഷൻ ബൈജക്റ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആവുമെന്ന് പറയുന്നു. ഇനി ഡൊമൈൻ കോമ്പാക്റ്റ് അല്ലെങ്കിൽ ഈ ബൈജക്റ്റീവ് കണ്ടിന്യൂസ് മാപ്പിൻ്റെ ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ ആയിരിക്കും, പക്ഷേ അത് കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ കോമ്പാക്റ്റ് മെട്രിക് സ്പേസ് എക്സ് into y and it is 1 1 and on 2. അത് 1 1 ആണ്, on 2 ആണ്. സോ ഇറ്റ് ഹാസ് എ ഇൻവേഴ്സ്. ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷൻ എവിടെ നിന്നായിരിക്കും? എഫ് ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഫ്രം വൈ ഇൻറ്റു എക്സ് സാറ്റിസ്ഫൈസ് എ കണ്ടീഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതായത് കമ്പോസ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മാപ്പ് കിട്ടണം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ആൻഡ് ദിസ് ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ഈസ് കണ്ടിന്യൂസ് ഫ്രം വൈ ടു എക്സ്. വൈയിൽ നിന്ന് എക്സിലേക്കുള്ള കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അസ്യൂം ചെയ്തു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നും 1 1 ആണെന്നും on 2 ആണെന്നും ഡൊമൈൻ കോമ്പാക്റ്റ് ആണെന്നുള്ള കാര്യം അസ്യൂം ചെയ്തു. ഇനി ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവേഴ്സ് ഓട്ടോമാറ്റിക്കലി എക്സിസ്റ്റ് ചെയ്യും. ദെർഫോർ ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഈസ് എക്സിസ്റ്റ് ഡ്യൂ ടു ദി ബൈജക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദ ഫംഗ്ഷൻ എഫ് and the function is from f x into y, then inverse from y into x, and that satisfies the property of the that means they compose with f means it becomes identity map. That means f inverse composition f is equal to I or f inverse of f of x equal to x for all x element of x. അപ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടും. നെക്സ്റ്റ് അവർ ക്ലെയിം എന്ന് പറയുന്നത്, ഫൈനൽ ക്ലെയിം എന്ന് വിളിക്കുന്നത് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വിത്ത് റെസ്പെക്ട് ടു ഓപ്പൺ സെറ്റാണ്. അതായത് എഫ് ഇൻവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈയിൽ നിന്ന് എക്സിലേക്കാണ്. എക്സിലെ ഒരു ഓപ്പൺ സെറ്റ് വി എടുക്കുന്നു, അതിൻ്റെ ഇൻവേഴ്സ് എൻ്റെ ഇൻവേഴ്സ് പറഞ്ഞിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ വൈ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാൻ എഫ് ഇൻവേഴ്സിന് ജി എന്ന് പേര് കൊടുത്തു. ലെറ്റ് us take ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. വി നീഡ് ടു പ്രൂവ് എഫ് ഇൻവേഴ്സ് ഈസ് കണ്ടിന്യൂസ് ഓർ ജി ഈസ് കണ്ടിന്യൂസ് ഓൺ വൈ. വൈയിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. വൈയിൽ നിന്ന് എക്സിലേക്കാണ് ഫംഗ്ഷൻ ജി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എക്സിലെ ഒരു ഓപ്പൺ സെറ്റ് കൺസിഡർ ചെയ്തു. ലെറ്റ് വി ബി എൻ ഓപ്പൺ സെറ്റ് ഇൻ എക്സ്. വി നീഡ് ടു പ്രൂവ് ജി ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ വൈ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം വി ഓപ്പൺ ഇൻ എക്സ് ആണെന്ന് എടുത്തു. വി ഓപ്പൺ ഇൻ എക്സ് ആണെങ്കിൽ വി കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ഇൻ എക്സ് ആയിരിക്കും. കാരണം കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഈസ് ക്ലോസ്ഡ്. സോ വി കോംപ്ലിമെൻറ്റ് ഈസ് ഓപ്പൺ ഇൻ എക്സ്. ഇനി എക്സ് കോമ്പാക്റ്റ് ആണ്, വി കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ഇൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ തിയറം 2.35 പ്രകാരം ഈ വി കോംപ്ലിമെൻറ്റ് കോമ്പാക്റ്റ് ഇൻ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വി കോംപ്ലിമെൻറ്റ് കോമ്പാക്റ്റ് ഇൻ എക്സ് ആണ് കിട്ടി. ഇനി നമുക്കറിയാം കോമ്പാക്ട്നെസ് ഈസ് പ്രിസർവ്ഡ് ബൈ എ കണ്ടിന്യൂസ് മാപ്പാണ്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഫ്രം എക്സ് ടു വൈ ആണെന്നറിയാം. അപ്പോൾ എക്സിലുള്ള ഒരു കോമ്പാക്ട് സെറ്റാണ് വി കോംപ്ലിമെൻ്റ് എങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റ്, അതായത് എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് കോമ്പാക്റ്റ് ഇൻ വൈ ആയിരിക്കും. അത് തിയറം 4.14 എന്ന് കിട്ടും. പക്ഷേ ഇനി 4.15 നമ്മൾ എന്ത് പറയുന്നുണ്ട്? ആ കോമ്പാക്റ്റ് ആണെങ്കിൽ എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് കോമ്പാക്റ്റ് ആണെങ്കിൽ അത് ക്ലോസ്ഡുമായിരിക്കും. സോ എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ വൈ. എവരി കോമ്പാക്ട് സെറ്റ് ഈസ് ക്ലോസ്ഡ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ബൗണ്ടഡ് ആണെന്ന് നിർബന്ധമില്ല. ബൗണ്ടഡ് ആവണമെങ്കിൽ ആർ കെ വാല്യൂഡ് ആയിരിക്കണം. ഇവിടെ ആർ കെ വാല്യൂഡ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ഇൻ വൈ. അപ്പോൾ എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ഇൻ വൈ ആണെങ്കിൽ എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? ഓപ്പൺ ഇൻ വൈ ആയിരിക്കും. ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എഫ് ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. എഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, കാരണം വി കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ എക്സ് മൈനസ് വി എന്നർത്ഥം, ക്യാപിറ്റൽ എക്സ് മൈനസ് വി ആണ് വി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാലും എഫ് ഓഫ് വി ഹോൾ കോംപ്ലിമെൻറ്റും ഈക്വൽ ആയിരിക്കും. കാരണം കോംപ്ലിമെൻറ്റിൽ സൂപ്പർ സെറ്റാണ് ആക്ച്വലി കിട്ടുക. കാരണം ഇപ്പോൾ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ തൊട്ട് മുകളിൽ ടെസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്ത് എഫ് ഓഫ് ഈ കോംപ്ലിമെൻറ്റ് സൂപ്പർ സെറ്റ് ഓഫ് എഫ് ഓഫ് ഈ ഹോൾ കോംപ്ലിമെൻ്റ് ഉണ്ട്. അവിടെ ഇക്വാളിറ്റി ഒക്കർ ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് സർജക്റ്റീവ് പ്രോപ്പർട്ടി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവുന്നതുകൊണ്ട് എന്തുകൂടിയാണ്? സർജക്റ്റീവ് കൂടിയാണ്. അപ്പോൾ നാച്ചുറലി സർജക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇക്വാളിറ്റി കിട്ടും. ദെർഫോർ എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എഫ് ഓഫ് വി ഹോൾ കോംപ്ലിമെൻ്റ് ആവും.
Therefore f of v complement the whole complement equal to f of v whole complement the whole complement. അപ്പോൾ ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ പറഞ്ഞാൽ സെറ്റ് തന്നെ കിട്ടും, ഈക്വൽ ടു എഫ് ഓഫ് വി. ഇവിടെ എഴുതിയിൽ ചെറിയൊരു എററുണ്ട്. എഫ് ഓഫ് വി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു, അവിടെ എഫ് ഓഫ് വി എന്ന് എഴുതിയിട്ട് അതിനൊരു ബ്രാക്കറ്റ് കൊടുത്ത് വേണം കോംപ്ലിമെൻറ്റ് കൊടുക്കാൻ. എഗെയിൻ വലിയൊരു ബ്രാക്കറ്റിൻ്റെ മുകളിൽ കോംപ്ലിമെൻറ്റ് കൊടുക്കണം. ചെറിയ എററുണ്ട്. എനിവേ എഫ് ഓഫ് വി ഹോൾ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എഫ് ഓഫ് വി ആയി മാറും. ഓക്കെ, ഓപ്പണിംഗ് വഴി. ഇനി എന്താണ് ജി ഇൻവേഴ്സ് ഓഫ് വി നോക്കാം. ഇനി ജി ഇൻവേഴ്സ് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഓഫ് വി. എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഡബിൾ എടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ് 2 പ്രാവശ്യം എടുത്താൽ എഫ് തന്നെ കിട്ടും. സോ എഫ് ഓഫ് വി. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് വി തൊട്ട് മുകളിൽ ഓപ്പൺ ആണെന്ന് കിട്ടി. ദെർഫോർ ജി ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ വൈ ആണ്. അപ്പോൾ ജി ഫ്രം എവിടെ നിന്നാണ്? വൈ ടു എക്സ് ആണ്. ജി ഇൻവേഴ്സ് ഓപ്പൺ ഇൻ വൈ ആണെങ്കിൽ വി ഓപ്പൺ ഇൻ എക്സും ആണ്. അപ്പോൾ കോഡൊമൈനിലെ ഏതൊരു ഓപ്പൺ സെറ്റിൻ്റെയും ഇൻവേഴ്സ് ഓപ്പൺ ഇൻ ദ ഡൊമൈൻ ആയതുകൊണ്ട് ജി കണ്ടിന്യൂസ് ആയിരിക്കും. ജി എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, വളരെ പ്രസവമായ ഒരു റിസൾട്ടാണിത്. ഇനി ഈ കേസിൽ എക്സ് കോമ്പാക്റ്റ് അല്ലെങ്കിൽ ഈ റിസൾട്ട് ട്രൂ ആവണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു ക്ലോസ് ടു 0 ഓപ്പൺ 2π ഇൻ R1 യൂഷ്വൽ സ്പേസിലെടുത്തു വിത്ത് റെസ്പെക്ട് ടു യൂഷ്വൽ മെട്രിക്. അങ്ങനെയാണെങ്കിൽ അത് ക്ലോസ്ഡ് അല്ല, കാരണം അതിൻ്റെ റൈറ്റ് പോയിൻ്റ് ആയിട്ടുള്ള 2π ക്ലോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് കോമ്പാക്റ്റ് ആവില്ല. ഇനി y ഈക്വൽ ടു S1 ഈസ് ദ യൂണിറ്റ് സർക്കിൾ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. സെറ്റ് ഓഫ് ആൾ സെറ്റ് എലമെൻറ്റ് ഓഫ് സി സച്ച് ആറ്റ് മോഡ് സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. സെറ്റിൻ്റെ ഫോം നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ r(e)(it) ആയിരിക്കും, അല്ലെങ്കിൽ സെറ്റ് ഈക്വൽ ടു x + iy. രണ്ട് രീതിയിലും ഒരു കോംപ്ലക്സ് നമ്പർ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, ഇനി y കോമ്പാക്റ്റ് ഇൻ സി ആണ്, കാരണം യൂണിറ്റ് സർക്കിൾ ക്ലോസ്ഡും ബൗണ്ടഡുമാണ്. അത് R2ൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് അത് കോമ്പാക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഡിഫൈൻ എഫ് ഫ്രം ക്ലോസ് ഇൻ 0 2π ഇൻടു എസ് ഡാഷ് ആണ്. അത് ഇൻടു എന്നുള്ള നൊട്ടേഷനിൽ മൈനസ് എന്ന ഫോമില കിടക്കുന്നത്. ആക്ച്വലി അത് ആരോ നൊട്ടേഷനാണ്, റൈറ്റ് ആരോ ആണ്. ബൈ എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി പ്ലസ് ഐ സൈൻ ടി കോമ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ് 0 ഓപ്പൺ 2π. അപ്പോൾ ഇവിടെ ഇത് e⁻it എന്ന ഫോമില കിടക്കുന്നത്. എഫ് ഓഫ് ടി ഈക്വൽ ടു e⁻it. അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, അത് കണ്ടിന്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ കമ്പോണൻറ്റ് വൈസ് നോക്കാം. ഫസ്റ്റ് കമ്പോണൻറ്റ് കോസ് ടി ആണ്, സെക്കൻഡ് കമ്പോണൻറ്റ് സൈൻ ടി ആണ്. രണ്ടും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്, ബോത്ത് ആർ കണ്ടിന്യൂസ്. സോ എഫ് ഈസ് കണ്ടിന്യൂസ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ഫംഗ്ഷൻ ഒരു യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന ഈ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ബൈജക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. കാരണം ഒരു സർക്കിൾ ഇവിടെ 1 ടൈംസ് ഫില്ല് ചെയ്യുന്നുള്ളൂ, ക്രോസ് രണ്ടാമത്തെ തവണ വരുന്നില്ല. 0 മുതൽ 2π ഒരു വാല്യൂക്ക് ഒരു വില മാത്രമേ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 1 പോയിൻറ്റ് മാപ്സ് ഇൻ ടു 1 പോയിൻറ്റ്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ് ഇൻ ദ ഡൊമൈൻ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസിൻ്റെ കോഡൊമൈൻ ആണ്. അപ്പോൾ ഇൻജക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്കറിയാം, സബ്ജക്റ്റീവ് പ്രൂവ് ചെയ്യണമെങ്കിൽ എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിളുള്ള ഏതൊരു പോയിൻറ്റും ജനറൽ ഫോം എന്ന് പറയുന്നത് e⁻it ഫോമിലാണ്. കാരണം നോം സെറ്റ് ഈക്വൽ ടു 1 ആണ്. ജനറൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ r(e)it ആണ്. മോഡ് സെറ്റ് 1 എന്ന് പറഞ്ഞ അർത്ഥം r-ൻ്റെ വില 1 ആണ്. അപ്പോൾ r(e)it r 1 ആകുമ്പോൾ e⁻it അല്ലെങ്കിൽ e⁻it. അപ്പോൾ e⁻it പറഞ്ഞാൽ കോസ് ടി പ്ലസ് ഐ സൈൻ ടി ആണ് ഓയിലിയസ് ഫോർമുല പ്രകാരം. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി പ്ലസ് ഐ സൈൻ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ e⁻it പ്രീ ഇമേജാണ് ടി എലമെൻറ്റ് ഓഫ് ക്ലോസ് ടു 0 ഓപ്പൺ 2π എന്ന് പറയാം. അപ്പോൾ ഈ ഫംഗ്ഷൻ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1ഉമാണ്, ഓൺ 2ഉമാണ്, കൂടാതെ അത് കണ്ടിന്യൂസുമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡൊമൈൻ കോമ്പാക്റ്റ് അല്ല. ഇൻവേഴ്സ് എന്തായാലും ഉണ്ടാവും. ഇൻവേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം എസ് ഡാഷ് ഇൻറ്റു ക്ലോസ് ടു 0 ഓപ്പൺ 2π. ഇനി നമുക്ക് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അത് എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം ഡൊമൈൻ കോമ്പാക്റ്റ് ആണ്. എസ് ഡാഷ് കോമ്പാക്റ്റ് ആകുന്നതുകൊണ്ട് അതിൻ്റെ റേഞ്ചും എന്ത് തന്നെയായിരിക്കും? കോമ്പാക്റ്റ് ആയിരിക്കും. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് S1 എന്ന് പറയുന്നത് കോമ്പാക്റ്റ് സബ്സെറ്റ് ഓഫ് ക്ലോസ് ടു 0 2π ആയിരിക്കും. പക്ഷേ എഫ് ഇൻവേഴ്സ് സബ്ജക്റ്റ് കൂടി ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് S1 ഈക്വൽ ടു ക്ലോസ് ടു 0 ഓപ്പൺ 2π കിട്ടുന്നു. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് S1 കോമ്പാക്റ്റ് ആണ് നമുക്കറിയാം. അത് ഈക്വൽ ടു ക്ലോസ് ടു 0 2π എന്ന് കിട്ടുന്നു. അപ്പോൾ ക്ലോസ് ടു 0 2π കോമ്പാക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ലേ? കാരണം അത് കോമ്പാക്റ്റ് അല്ല നമുക്കറിയാം. അപ്പോൾ അത് എഫ് ഇൻവേഴ്സ് ഓഫ് S1 ഈക്വൽ ടു ക്ലോസ് ടു 0 ഓപ്പൺ 2π എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആവില്ല നമുക്ക് കിട്ടുന്നു. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, ഇത് എററാണ് നമുക്കറിയാം. ഓക്കെ, ഓക്കെ. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് S1 ഈക്വൽ ടു ക്ലോസ് ടു 0 2π കോമ്പാക്റ്റ് ആണെന്ന് കിട്ടിയത് കോൺട്രഡിക്ഷനാണ്. കാരണം ക്ലോസ് ടു 0 2π കോമ്പാക്റ്റ് അല്ലാത്തതുകൊണ്ട്. ദെർഫോർ അവർ അസംഷൻ, അതായത് നമ്മൾ പറഞ്ഞു എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന്, അത് റോങ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഇൻവേഴ്സ് ഡിസ്കണ്ടിന്യൂസ് ആവും.
അപ്പോൾ ഡൊമൈൻ കോമ്പാക്റ്റ് അല്ലെങ്കിൽ തൊട്ട് മുന്നിലെ തിയറം വർക്ക് ചെയ്യില്ല. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഒരു കൺസെപ്റ്റാണ് എന്താണ് യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. യൂണിഫോം കണ്ടിന്യൂറ്റിയും കണ്ടിന്യൂറ്റി തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഒരു സെറ്റിലുള്ള ടോട്ടൽ പ്രോപ്പർട്ടിയാണ്. കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് പോയിൻ്റ് വൈസാണ് യഥാർത്ഥ. രണ്ടിൻ്റെ ഡെഫിനേഷൻ ഒരേപോലെ ഫീൽ ചെയ്യും. കാരണം എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ് എന്ന് പറഞ്ഞാലും യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. യൂണിഫോം കണ്ടിന്യൂറ്റി നോക്കാം. എഫ് ഈസ് സെഡ് ടു ബി യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എക്സ് ഇഫ് ഫോർ എവരി എപ്സിലോൺ greater than 0 there exists a delta greater than 0 such that distance between f of p with f of q less than epsilon whenever distance between p and q less than delta എന്ന് പറയുന്നത്. ഇവിടെ പിയും ക്യൂവും ആർബിട്രറി ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഡെൽറ്റയുടെ വില നമുക്ക് എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പിയും ക്യൂവും ഏതെടുത്താലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് ഇത് കണ്ടിന്യൂറ്റിയാണ് പറയുന്നതെങ്കിൽ ഈ ഡെൽറ്റയുടെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലോൺ ആൻഡ് ദ പോയിൻറ്റ് പി. അപ്പോൾ നമ്മളിവിടെ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി എന്നാണ് സാധാരണ എഴുതുക. എക്സ് ഒന്നിന് വേരി ചെയ്യുന്നതും ഒന്ന് ഫിക്സഡും ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇവിടെ ക്യൂ ഫിക്സഡും പി വേരി ചെയ്യുന്നതുമായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. യൂണിഫോം കണ്ടിന്യൂറ്റി ആകുമ്പോൾ രണ്ടും വേരി ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂറ്റി പറഞ്ഞാൽ ഗ്യാപ്പില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ്. യൂണിഫോം കണ്ടിന്യൂറ്റിയും കണ്ടിന്യൂറ്റി പോലെ തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യൂണിഫോം കണ്ടിന്യൂറ്റി ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ്റെ കർവ് പെട്ടെന്ന് അത് കർവ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യില്ല. പതുക്കെ ചെയ്യും. അതായത് ഇൻസ്റ്റൻറ്റനിയസ് ടൈമിൽ ക്വിക്കായിട്ടുള്ള ചേഞ്ച്, ലാർജ് ചേഞ്ച് സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ സ്മോൾ ഇൻ്റർവെല്ലിൽ ലാർജ് ചേഞ്ച് ഗ്രാഫിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എല്ലാ യൂണിഫോംലി കണ്ടിന്യൂസിനും ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷേ തിരിച്ചുള്ളത് ശരിയാവണമെന്നില്ല. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം യൂണിഫോം കണ്ടിന്യൂറ്റിക്കുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൈൻ ഫംഗ്ഷൻ, കൊസൈൻ ഫംഗ്ഷൻ, അതുപോലെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഇത്രയും ഫംഗ്ഷൻസൊക്കെ നമുക്ക് യൂണിഫോംലി കണ്ടിന്യൂറ്റി പറയാം. പിന്നെ വരുന്ന ഫംഗ്ഷൻസ് ചിലതൊന്നും യൂണിഫോംലി കണ്ടിന്യൂസ് ആവണമെന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എസ് ഈക്വൽ ടു 1/x. ഡൊമൈൻ എന്ന് പറയുന്നത് ഓപ്പൺ 0 to 1. ഓപ്പൺ ഇൻറോൾ 0, 1 ആണ് കേട്ടോ. ഓപ്പൺ ഇൻറോൾ 0, 1 എടുക്കുക, അല്ലെങ്കിൽ 0 to ഇൻഫിനിറ്റി എടുക്കുക. ഓപ്പൺ 0 to ഇൻഫിനിറ്റി. ഡൊമൈന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് യൂണിഫോം കണ്ടിന്യൂറ്റിയിൽ. അപ്പോൾ ഓപ്പൺ 0 to ഇൻഫിനിറ്റിയിൽ ഈ 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. കാരണം 0ക്കും 1നും ഇടയിൽ ലാർജ് ചേഞ്ച് ആയിരിക്കും അതിൻ്റെ ഗ്രാഫിന് സംഭവിക്കുക. കാരണം വാല്യൂ സ്മോൾ ആവും തോറും 1/xൻ്റെ വാല്യൂ വെരി ഹൈ ആയിലേക്ക് പോകും. അപ്പോൾ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ലാർജ് ചേഞ്ച് ഗ്രാഫിന്, അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ, മൂവിങ് പാർട്ടികളുടെ ഗ്രാഫാണെങ്കിൽ പാർട്ടിക്കിളുടെ പൊസിഷന് സംഭവിക്കും. അതുകൊണ്ട് എഫ് ഓഫ് എസ് ഈക്വൽ ടു 1/x എന്ന് പറയുന്നത് ഓപ്പൺ 0 ക്ലോസ്ഡ് 1ൽ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല, അല്ലെങ്കിൽ ഓപ്പൺ 0 ഇൻഫിനിറ്റിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. ഇതേ കാര്യം തന്നെയാണ് ടാൻ എക്സ്. ഓപ്പൺ ഇൻറോൾ -π/2 π/2. കാരണം π/2നും -π/2നും ടാൻ്റെ വാല്യൂ ഡിഫൈൻഡ് അല്ല. -ഇൻഫിനിറ്റിയും +ഇൻഫിനിറ്റിയാണ് കിട്ടുക. ഇൻഫിനിറ്റിയും -ഇൻഫിനിറ്റി എന്ന് റിയൽ നമ്പർ അല്ല, അതുകൊണ്ട് നമുക്ക് ഡിഫൈൻഡ് അല്ല. പക്ഷേ ശ്രദ്ധിച്ച് നോക്കുക, π/2ൻ്റെ തൊട്ട് ലെഫ്റ്റിൽ ഗ്രാഫ് ഇൻഫിനിറ്റിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. കാരണം ടാൻ π/2 മീൻസ് സൈൻ π/2 ഡിവൈഡഡ് ബൈ കോസ് π/2 ആണ്. കോസ് π/2ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരും. അതുപോലെ ടാൻ -π/2ൻ്റെ വില എന്ന് പറയുന്നത് -1 ഡിവൈഡഡ് ബൈ 0 ആണ്, അതായത് -ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ താഴത്തേക്ക് പോകും. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം, ഈ ഫംഗ്ഷൻ ടാൻ്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അത് -π/2ൻ്റെയും π/2ൻ്റെയും തൊട്ടടുത്ത് ലാർജ് ചേഞ്ചാണ് സംഭവിക്കുന്നത് ഇൻസ്റ്റൻറ്റനിയസ് ടൈമിൽ. അതുകൊണ്ട് ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല, പക്ഷേ കണ്ടിന്യൂസ് ആണ്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് എ ടു ഇൻഫിനിറ്റി. ഒരു പർട്ടിക്കുലർ ഫിക്സഡ് പോയിൻ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. മറ്റേത് ഓപ്പൺ 0 to ഇൻഫിനിറ്റി എടുക്കുമ്പോഴാണ് 1/x എന്ന പ്രശ്നം വരുന്നത്. അതേ സ്ഥാനത്ത് ക്ലോസ്ഡ് എ ടു ഇൻഫിനിറ്റി ഏതൊരു പോസിറ്റീവ് നമ്പർ എടുക്കാം. ആ കേസിലെല്ലാം യൂണിഫോം കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വളരെ പ്രസിദ്ധമായ തിയറമാണ് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഗിവൺ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡൊമൈൻ കോമ്പാക്റ്റും ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണെങ്കിൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി എന്ന് വിചാരിച്ച് യൂണിഫോംലി കണ്ടിന്യൂസ് ആവണമെന്നില്ല. അതിനുള്ള എക്സാമ്പിളാണ് ടാൻ എക്സ് 1/x ഒക്കെ. ഡൊമൈൻ ശ്രദ്ധിക്കുക, ഓപ്പൺ 0 to ഇൻഫിനിറ്റി, അല്ലെങ്കിൽ -π/2 π/2 ഒക്കെ ടാൻ്റെ കേസ്. അപ്പോൾ ഇവിടെ ഡൊമൈൻ കോമ്പാക്റ്റ് ആണെങ്കിൽ കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് യൂണിഫോം കണ്ടിന്യൂറ്റി. ഇതാണ് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. ഡിഗ്രിക്ക് നിങ്ങൾ ഇവിടെ ക്ലോസ് ഇൻ്റർവൽ എ ബി ആയിട്ട് എടുത്തത്. ക്ലോസ് ഇൻ്റർവൽ എ ബി കോമ്പാക്റ്റ് ആണ്, അതുകൊണ്ടാണ്. അസ്യൂം ചെയ്തു ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡൊമൈൻ കോമ്പാക്റ്റ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. യൂണിഫോം കണ്ടിന്യൂറ്റി പറയുമ്പോഴും നമുക്ക് വേണ്ടത് ഡെഫിനിഷനിൽ ഡെൽറ്റയുടെ വാല്യൂ പിയും ക്യൂവും ഏത് വാല്യൂ എടുക്കുക, ഫിക്സഡ് ഇല്ല.
ഡെൽറ്റയുടെ വാല്യൂ എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് വേണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇത് ഡെഫിനേഷൻ ഓഫ് എഫ് അല്ലേ, എഫ് ഈസ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിൻറ്റ് ഓഫ് എക്സ്. എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എടുത്ത് പി എടുത്തു, അല്ലെങ്കിൽ ഒരു ആർബിട്രറി പോയിൻറ്റ് പി എടുത്തു, പിയിലും കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ് ഡെഫിനിഷൻ പ്രകാരം ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ. ഡെൽറ്റയ്ക്ക് പക്ഷേ എന്ത് പേര് കൊടുക്കുന്നു? ഡെൽറ്റ എന്ന് എടുക്കുന്നില്ല, പകരം പി എന്ന പോയിൻറ്റിന് വേണ്ടിയാണ് കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഡെൽറ്റയുടെ വില ഇവിടെ ഫൈ ഓഫ് പി എന്നുള്ള നെയിം കൊടുക്കും. ഡെൽറ്റ ഈക്വൽ ടു എന്നല്ല, ആക്ച്വലി നമ്മൾ ആ ഡെൽറ്റയെ പകരം എന്നാണ് ഡെൽറ്റ ഈക്വൽ ടു ഫൈ ഓഫ് പി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ എന്ന നെയിമിന് പകരം ഫൈ ഓഫ് പി എന്ന് കൊടുക്കും. ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി. അപ്പോൾ ഇവിടെ പി ഫിക്സഡും എക്സ് വേരി ചെയ്യുന്നു. ലെസ് ദാൻ എപ്സിലോൺ വെനെവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഫൈ ഓഫ് പി. അപ്പോൾ ഈ എക്സിൽ ഏത് പി എടുത്താലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഓരോ പോയിൻറ്റിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഡെഫിനേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഓരോ ഡെഫിനേഷനും ഓരോ ബോൾസ് ഉണ്ടാക്കുകയാണ്. ലെറ്റ് ജെ പി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ക്യൂ എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡി എക്സ് ഓഫ് പി ക്യൂ ലെസ് ദാൻ ഫൈ ഓഫ് പി ബൈ 2. അപ്പോൾ തൊട്ട് മുന്നിലെ ഡെഫിനേഷനിൽ പറഞ്ഞ ഡി എക്സ് ഓഫ് എക്സ് പി ലെസ് ദാൻ ഫൈ ഓഫ് പി ആണെങ്കിൽ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫൈ ഓഫ് പിയുടെ പകുതി റേഡിയസ് ഉള്ള പി സെൻറ്റർ ആയിട്ടുള്ള ഒരു ബോളിനെയാണ് ജെ പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജെ പി ഈസ് എ ബോൾ സെൻറ്റേർഡ് അറ്റ് പി വിത്ത് റേഡിയസ് ഫൈ ഓഫ് പി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ജെ പി ഒരു ഓപ്പൺ സെറ്റാണ് പ്രത്യേകം ഓർക്കുക. അത് ഡൊമൈൻ സെറ്റിൽ ക്യാപിറ്റൽ എക്സിലെ ഒരു ഓപ്പൺ സെറ്റാണ് പി സെൻറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ എക്സിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും ബോൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ബോളുകളെല്ലാം കൂടിയുള്ള ഒരു കളക്ഷൻ ഓപ്പൺ സെറ്റ്സിൻ്റെ കളക്ഷനാണ്. അതിന് കളക്ഷൻ സീറ്റ ഈക്വൽ ടു ജെ പി പി എലമെൻറ്റ് ഓഫ് എക്സ്. കളക്ഷൻ ജെ പി പി എലമെൻറ്റ് ഓഫ് എക്സ്. ഇതിൽ ഈ ജെ പിയിൽ എല്ലാ ജെ പീസും എന്ത് തന്നെയാണ്? ഓപ്പൺ സെറ്റ്സാണ്. നമുക്ക് ഓരോ പോയിൻറ്റിനും ഓരോ ബോളുണ്ട്. എല്ലാ പോയിൻറ്റും കൂടി ചേരുമ്പോൾ തന്നെ എക്സ് കിട്ടുന്നു. അങ്ങനെ ബോളുകളുടെ യൂണിയനും നുള്ളിൽ ആര് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി യൂണിയൻ ഓഫ് സച്ച് ബോൾസ്. സോ ദാറ്റ് കളക്ഷൻ ഫോം ആൻ ഓപ്പൺ കവർ ഓഫ് ദ സ്പേസ് എക്സ്. ബട്ട് അവർ എക്സ് ഈസ് കോമ്പാക്റ്റ്. So every open cover has a finite subcover by the definition of compactness. So you can find out the finite indices p1, p2, etc. pn such that x can be covered by finite number of balls from the collection. That means jp1, jp2, etc. jpn form a finite subcover of capital X. ഇപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്. ഫിക്സ് ചെയ്തു jp1, jp2, etc. jpn. ഓരോന്നിൻ്റെ റേഡിയസും അറിയാം. ഫൈ ഓഫ് p1/2 ആണ് ഫസ്റ്റ് വണ്ണിൻ്റെ റേഡിയസ്. ലാസ്റ്റ് വണ്ണിൻ്റെ റേഡിയസ് ഫൈ ഓഫ് pn/2. അപ്പോൾ ഇത്തരം എല്ലാ റേഡിയസുകളുടെയും മിനിമം വാല്യൂ ആണ് ഡെൽറ്റ എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റയുടെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ് പി കോമ ക്യൂ എലമെൻറ്റ് ഓഫ് എക്സ് നടത്തും. ഇനി എക്സിൻ്റെ ഫൈനൈറ്റ് സബ് കവറാണ് യൂണിയൻ ഐ വേരിയസ് ഫ്രം 1 to ജെ പി ഐ. അപ്പോൾ എക്സ് പിയും ക്യൂവും എവിടെ ഉണ്ടാവും? യൂണിയൻ ജെ പി ഐയിലുണ്ടാവും. ഇനി എ യൂണിയൻ ബിയിൽ മെമ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് യു ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് പി കോമ ക്യൂ എലമെൻറ്റ് ഓഫ് യൂണിയൻ ഐ വേരിയസ് ഫ്രം 1 to n ജെ പി ഐ ആണ്. ഓക്കെ, അപ്പോൾ യൂണിയനിലുണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെറ്റിലുണ്ടാവും. അപ്പോൾ പി എലമെൻറ്റ് ഓഫ് ജെ പി 1 ആയിരിക്കാം, അല്ലെങ്കിൽ പി എലമെൻറ്റ് ഓഫ് ജെ പി 2 ആയിരിക്കാം. അപ്പോൾ ഏതൊരു സെറ്റിലുണ്ടാവും. അതുപോലെ ക്യൂയുടെ കാര്യം തന്നെയാണ്. അപ്പോൾ പി എലമെൻറ്റ് ഓഫ് ജെ പി ഐയും ക്യൂ എലമെൻറ്റ് ഓഫ് ജെ പി ജെ എന്ന് പറയുന്നു. ഈ ഐയും ജെയുടെയും പ്രത്യേകത 1നും n-നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡി എക്സ് ഓഫ് പി വിത്ത് ജെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എനിക്ക് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഡി എക്സ് ഓഫ് പി വിത്ത് ക്യൂ പ്ലസ് ഡി എക്സ് ഓഫ് ക്യൂ വിത്ത് പി ജെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് ഡെൽറ്റ പ്ലസ് ഫൈ ഓഫ് പി ജെ ബൈ 2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഓൾറെഡി ആരേക്കാൾ കുറവാണ്? എല്ലാ ഫൈ ഓഫ് പി ഐക്കാളും കുറവാണ്. അപ്പോൾ ഫൈ ഓഫ് പി ജെ ബൈ 2 പ്ലസ് ഫൈ ഓഫ് പി ജെ ബൈ 2 എന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് പി ജെ. ഓക്കെ, സോ ഡി എക്സ് ഓഫ് പി വിത്ത് പി ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് പി ജെ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡി വൈ ഓഫ് എഫ് ഓഫ് പി വിത്ത് എഫ് ഓഫ് ക്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അഗെയിൻ ഇവിടെയും അപ്ലൈ ചെയ്യുന്നു. ഡി വൈ ഓഫ് എഫ് ഓഫ് പി വിത്ത് എഫ് ഓഫ് പി ജെ പ്ലസ് ഡി വൈ ഓഫ് എഫ് ഓഫ് പി ജെ വിത്ത് എഫ് ഓഫ് ക്യൂ. അപ്പോൾ ഫസ്റ്റ് വൺ ലെസ് ദാൻ എപ്സിലോൺ, സെക്കൻഡ് വൺ ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് ഈസ് ലെസ് ദാൻ 2 എപ്സിലോൺ കിട്ടുന്നു. സോ ഡി വൈ ഓഫ് എഫ് ഓഫ് പി വിത്ത് എഫ് ഓഫ് ക്യൂ ലെസ് ദാൻ 2 എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് പി വിത്ത് ക്യൂ ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാവുന്നു?
ഗിവൺ ഫംഗ്ഷൻ ഈ പോയിൻ്റ് നോക്കാതെ തന്നെ എല്ലാ കേസുകളിലും എന്തായി മാറുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദി യൂണിഫോം കണ്ടിന്യൂറ്റി. ഇപ്പോൾ യൂണിഫോം കണ്ടിന്യൂറ്റി ശ്രദ്ധിക്കേണ്ടത് ഡെഫിനിഷനിൽ ഫിക്സഡ് പാടില്ല, ആർബിട്രറി ആയിട്ടാണ് പിയും ക്യൂവും സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഡെൽറ്റയുടെ വാല്യൂ എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്.